വടകര CPIM-ലെ വിഭാഗീയതയിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുമെന്നുള്ളതാണ്. നമുക്ക് രാഹുൽ സുരേഷാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, PK ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. അതിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കൂടുതൽ അടുത്ത നടപടികളാണോ ഉണ്ടാകുന്നത്? ഇപ്പോൾ എങ്ങനെയാണത് ഒത്തുതീർപ്പാക്കുക? കാരണം നമുക്കറിയാലോ, ഓരോ ജില്ലാ സമ്മേളനങ്ങളും കഴിയുമ്പോഴേക്കും ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പാർട്ടിയുടെ ഒരു തീരുമാനം. സ്മിത, PK ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതിന് പിന്നാലെയാണ് വടകരയിൽ നിലനിന്നിരുന്ന വിഭാഗീയ പ്രവർത്തനങ്ങൾ അത് മറനീക്കി പുറത്തു വന്നത്. PK ദിവാകരനെ അനുകൂലിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മണിയൂരിൽ ഉൾപ്പെടെ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ഇന്നലെ ചേർന്ന വടകര ഏരിയ കമ്മിറ്റി യോഗത്തിൽ ചർച്ചയായി. ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയത് തെറ്റായ സന്ദേശം നൽകി, പ്രവർത്തകർക്കിടയിലൊക്കെ അതൃപ്തി ഉണ്ടാക്കി എന്ന കാര്യങ്ങൾ അംഗങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചു. 41 അംഗങ്ങളിൽ 3 പേരൊഴികെ ബാക്കിയുള്ള എല്ലാവരും ദിവാകരന് അനുകൂലമായി തീരുമാനമെടുത്തു എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഈ തീരുമാനങ്ങളാണ് ജില്ലാ കമ്മിറ്റി, അതായത് ജില്ലാ നേതൃത്വം ഇന്നലെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചത്. ഈ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു ഇടപെടൽ വരുന്നത്. അതായത് നിലവിൽ സമ്മേളന കാലമാണ്. സമ്മേളന കാലം കഴിഞ്ഞ് സംസ്ഥാന സമ്മേളനം ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷം ഈ വടകരയിൽ നിലനിൽക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളും നേരിട്ട് തന്നെ പരിഹരിക്കാമെന്നാണ് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നത്. അത് ദിവാകരനെ നേരിട്ട് അറിയിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഇനി അണികളുടെ ഭാഗത്തുനിന്നും പ്രതിഷേധം ഉണ്ടാകുമോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ദിവാകരനെ എന്താണെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇനി പ്രതിഷേധങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളാണ് പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. സ്മിത സൂചിപ്പിച്ച പോലെ തന്നെ ഏറെക്കാലമായി അസ്വാരസ്യങ്ങൾ വടകരയിലെ പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അത് PK ദിവാകരനെ കൂടി പുറത്താക്കിയതിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കിയതോടെയാണ് മറനീക്കി പുറത്തു വന്നത്. എന്താണെങ്കിലും പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായ പരിഹാരം ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ടിരിക്കുകയാണ് നേതൃത്വം. ഈ PK ദിവാകരനെ ഒഴിവാക്കിയതിലുണ്ടായ പ്രതിഷേധം, അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ, അതിനൊക്കെ ഒരു പരിഹാരം ആകുമെന്ന് പ്രതീക്ഷിക്കാം. രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.